എല്ലാവർക്കും നമസ്കാരം. അൽബനി ഫിസിയോയുടെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ സാധാരണ സ്ത്രീകൾ അങ്ങനെ പുറത്ത് പറയാറില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റാണ് പ്രതിഭ എന്നോട് പറഞ്ഞു പല സ്ത്രീകൾക്കും ഈ ഒരു വിഷയത്തിൽ റെമഡി നിർദ്ദേശിച്ചു കൊടുത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് പലരും പ്രതിഭയോട് വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഈ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ ഇത് വളരെ പ്രയോജനപ്പെടും എന്നതിനെ തുടർന്നാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ അവതരിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത്. യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ നമ്മളറിയാതെ തന്നെ മൂത്രം ഇടയ്ക്ക് തുള്ളിയായി പോകുന്ന ഒരു അവസ്ഥയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും സ്ത്രീകൾ പ്രസവശേഷവും പ്രായമാകുമ്പോഴും അല്ലെങ്കിൽ പ്രായമാകാത്ത സ്ത്രീകളിലും സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലരും ഓർക്കും പ്രായമായി ഇനിയും അത് അങ്ങനെയാണ് വരുന്നത് എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഡെലിവറിയുടെ എന്തെങ്കിലും സിസേറിയൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് വരുന്നതാണ് എന്നൊക്കെ വിചാരിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും. പക്ഷേ ഇത് അങ്ങനെയല്ല. പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്ന മസിലിൻ്റെ ഒരു ബലക്ഷയം കൊണ്ടാണ് ഇത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് 3 തരത്തിലാണ് സാധാരണ ഉണ്ടാകുന്നത്. 3 തരത്തിലുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുണ്ടാവാം. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏർജ് എന്ന് പറയും, ഏർജ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മിക്ചറൽ ട്രിബിളിംഗ് എന്ന് പറയുന്ന 3 കണ്ടീഷൻ. ഇത് 3 വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചുമയ്ക്കുകയോ നമ്മൾ തുമ്മുകയോ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഒരു ആഹ്ലാദപരമായിട്ട് നമ്മളൊരു പെട്ടെന്ന് നമ്മുടെ ഒരു അബ്ഡോമിനിൽ ഒരു ഒരു സ്ട്രെസ് വരുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൂത്രം തുള്ളിയായിട്ട് പോകുന്ന അവസ്ഥയാണ് സാധാരണ വരുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മൾ ബാത്റൂമിൽ പോകണമെന്നൊരു ഫീല് നമുക്ക് വരും, പക്ഷേ നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൂത്രം ചെറുതായിട്ട് പോകുന്നൊരവസ്ഥ. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിച്ച ശേഷവും തുള്ളിയായിട്ട് മൂത്രം പിന്നെയും പോകുന്നൊരവസ്ഥ. അത് സാധാരണ ആണുങ്ങളിലാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൽവിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പിൻ്റെ ഇവിടെ കാണുന്ന 2 മസിൽസാണ് പെൽവിക് മസിൽസ്. ഇതിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിവശത്തുള്ള മസിൽസാണ് പെൽവിക് ഫ്ലോർ മസിൽസ്. 2 ലെയറുണ്ട്, അത് നമ്മൾ നോക്കേണ്ട ഈ മസിൽസ്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളിലാണ് സാധാരണ ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ഫ്രണ്ടിൽ വജൈന മുതൽ ബാക്കിൽ എയ്നസ് വരെ ഉള്ള ഭാഗം കവർ ചെയ്ത് താഴെ കൂടെ പോകുന്ന ഒരു മസിൽസാണ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന്. അപ്പോൾ നിങ്ങൾ ഇത്ര ഇമാജിൻ ചെയ്യാൻ മതി, ഫ്രണ്ടിൽ വജൈന ഉണ്ടാവും, പുറകിൽ എയ്നസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന മസിൽസാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസിലിന് ബലക്ഷയം ഉണ്ടായി കഴിയുമ്പോഴത്തേനാണ് സാധാരണ രീതിയിൽ ഈ ഒരു അവസ്ഥ സംജാതമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പെൽവിസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിനറി ബ്ലാഡർ അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, റെക്ടം ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ഈ മസിലിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. പെൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുപ്പിന് കാണുന്ന 2 മസിൽസാണ് പെൽവിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലോർ, അതിൻ്റെ നമ്മുടെ തറ പോലെ അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന മസിൽസാണ് ഈ പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ ബലക്ഷയം മുഖാന്തരം ആണ് സാധാരണ രീതിയിൽ നമുക്ക് യൂറിൻ കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ സംജാതമാകുന്നത്. പാർട്ടിക്ക് വന്നിട്ട് വൈഫിനോട് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേന് നാപ്കിൻ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. കാര്യം അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ഈ ഒരു കണ്ടീഷനുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് സന്തോഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം പോകുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോഴത്തേന് അതൊരു നമുക്ക് അത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താണ് പരിഹാര മാർഗം, എന്താണ് നമ്മൾക്കിത് ചെയ്യേണ്ടത് എന്നുള്ളത്. കെഗൽ എക്സസൈസ് എന്ന് പറഞ്ഞ എക്സസൈസാണ് നമ്മളിതിന് ചെയ്യുന്നത്. ഈ എക്സസൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന എക്സസൈസാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഈ എക്സസൈസ് നിങ്ങൾ ഒരു എവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസാണ്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ഒരു കസേരയിൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇരിക്കുമ്പോഴത്തേന് നമ്മുടെ സ്പൈൻ ഇറക്റ്റായിട്ട് ഇരിക്കണം. പിന്നെ അത് മാത്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നടുവിന് പുറകിലേക്കൊരു വളവുണ്ട്. ആ വളവ് മാക്സിമം വരുത്തിയ രീതിയിൽ നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു വളച്ച്, അതായത് ഒന്നല്പം നമ്മൾ ശരിക്കും പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇരിക്കുന്ന പോലെയല്ല. സാധാരണ നമ്മളിപ്പം ഒരു കസേരയിലിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ സാധാരണ ഞെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക.
ഇങ്ങനെ ഇരുന്ന ശേഷം നമ്മൾ എന്താണ് ഇനി എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും മറ്റാരും അറിയുകയില്ല നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ്, നമ്മൾ ഇതിനു വേണ്ടിയാണ് എക്സസൈസ് ചെയ്യുന്നത് എന്നൊന്നും ആർക്കും അറിയാൻ പറ്റുകയില്ല. പക്ഷേ നമ്മൾ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിങ്ങനെ ഇരുന്ന ശേഷം നമ്മുടെ എയ്നസ് നമ്മളൊന്ന് കൺട്രാക്റ്റ് ചെയ്യുക. അതായത് മലദ്വാരം ഒന്ന് കൺട്രാക്റ്റ് ചെയ്ത് പിടിക്കുക. അതായത് ഈ കൺട്രാക്ട് ചെയ്യുമ്പോൾ പുറത്താരും അറിയാനൊന്നും പോകുന്നില്ല. കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ തന്നെ ഫീൽ ചെയ്യുകയാണ്. അതായത് മലദ്വാരം ഒന്ന് നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മളൊന്ന് അമർത്തി പിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അമർത്തി ഇങ്ങനെ പിടിക്കുക. അതൊരു 3 to 5 seconds അത് ഹോൾഡ് ചെയ്യുക. ശ്വാസം പിടിക്കണമെന്നില്ല, മലദ്വാരം നമ്മളൊന്ന് ഹോൾഡ് ചെയ്തു. ബട്ടക്സ് അല്ല അത് നമ്മൾ കൺട്രാക്റ്റ് ചെയ്യേണ്ടത്, അതായത് ബലം പിടിക്കേണ്ടത് നമ്മുടെ മലദ്വാരം. നമുക്കത് ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. മലദ്വാരം നമ്മളൊന്ന് കൺട്രാക്റ്റ് ചെയ്ത് പിടിക്കുക. ഒരു 5 seconds നമ്മൾ കൺട്രാക്റ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്നൊരു ഡീപ് ബ്രീത്ത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ആ മലദ്വാരം നമ്മൾ കൺട്രാക്റ്റ് ചെയ്തൊരു 5 സെക്കൻഡ് പിടിച്ചു. അതിനുശേഷം റിലാക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എയ്നസ് നമ്മൾ മുകളിലേക്കൊന്ന് വലിക്കുക എന്ന് നമ്മൾ വിചാരിക്കുക. മുകളിലേക്കൊന്ന് വലിക്കുന്ന പോലെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ ആക്ഷനോട് നമ്മളും ചെയ്യുക. നമ്മുടെ ബോഡി അനങ്ങുന്നില്ല കേട്ടോ, നമ്മുടെ ബോഡി അനങ്ങുന്നില്ല. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുകയാണ്, പക്ഷേ മറ്റാരും അറിയുന്നില്ല. ആരെങ്കിലും നോക്കുമ്പോൾ നമ്മൾ വളരെ ഇങ്ങനെ കൂളായിട്ട് നമ്മൾ നേരെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ എക്സസൈസ് ചെയ്യുന്നതിന്. ഇപ്പോൾ നമ്മൾ ആദ്യം കൺട്രാക്ട് ചെയ്ത കാര്യം നമ്മൾ നേരെ മുകളിലേക്കൊന്ന് വലിച്ചു പിടിച്ചിട്ട് 3 to 5 seconds നമ്മൾ വലിച്ചു പിടിക്കുക. നമ്മൾ നേരെ വിടുക. ആദ്യം കൺട്രാക്ട് ചെയ്ത ശേഷം ഈ ഒരു ഏനസ് പോർഷൻ അല്ലെങ്കിൽ മലദ്വാരം നമ്മൾ മുകളിലേക്ക് വലിക്കുന്നത് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യുക, നമ്മൾ വിടുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനാണിത് സാധാരണ രീതിയിൽ വരുന്നതുകൊണ്ട് ലേഡീസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം വജൈനൽ ഹോൾ അല്ലെങ്കിൽ യോനി ദ്വാരം ഒന്ന് ക്ലോസ് ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ഫീൽ ചെയ്യുക. യോനി ദ്വാരം ക്ലോസ് ചെയ്യുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്തു. അതൊരു 3 സെക്കൻഡ് നമ്മൾ 3 to 5 seconds നമ്മൾ ഹോൾഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ അത് മുകളിലേക്ക് ഒന്ന് വലിക്കുന്നതായിട്ട് നമ്മളൊന്ന് ഫീൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്തു, അതും റിലാക്സ് ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യോനി ദ്വാരം നമ്മൾ ഒന്ന് കൺട്രാക്റ്റ് ചെയ്യുക മീൻസ് ഒരു ബലം പിടിക്കുന്ന പോലെ വന്നു, അത് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് ഉള്ളിലേക്ക് വലിക്കുന്ന പോലൊരു ഫീലിങ്ങും നമ്മൾ ഫീൽ ചെയ്തു. ഓക്കെ, അത് നമ്മൾ ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് ജെൻസാണ് ചെയ്യുന്നതെങ്കിൽ ജെൻസിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ജെൻസിന് വരുന്ന മൂന്നാമത്തെ ടൈപ്പിലാണ് സാധാരണ രീതിയിൽ വരുന്നത് പറഞ്ഞാൽ സ്ട്രെസ് റിലേറ്റഡും ആയിരിക്കില്ല, എർജും ആയിരിക്കില്ല. സാധാരണ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെച്ചുറേഷൻ ട്രിബിൾ എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും ജെൻസിന് സാധാരണ രീതിയിൽ വരുന്നത്. അതായത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ടും ഒരു 1, 2, 3 തുള്ളി സാധാരണ രീതിയിൽ പോകുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ അവസ്ഥയുള്ള ആളുകൾക്കും ഈ കെഗൽസ് എക്സസൈസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ജെൻസ് ആണെങ്കിൽ അതായത് പെനീസ് ഒന്ന് കൺട്രാക്ട് ചെയ്യുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യുക, ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ വരിക. സെയിം പ്രൊസീജിയർ തന്നെ ഒന്ന് മുകളിലേക്ക് വലിക്കുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്ത് പതുക്കെ നിർത്തുക. ബാക്കി ആദ്യത്തെ സ്റ്റെപ്പ് അത് തന്നെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു കാര്യം, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പും വേണമെങ്കിൽ കയറി വരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെനൽ പോർഷൻ അല്ലെങ്കിൽ ഒരു വജൈനൽ പോർഷൻ നമ്മൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏനസ് പോർഷനും കൺട്രാക്ഷൻ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു ഒന്നാമത്തെ ചെയ്യുമ്പോൾ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവുമില്ല. ഓക്കെ, പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം ഈസി ആയിട്ട് 2 സ്റ്റെപ്പ് മനസ്സിലായി. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെ മൂത്രം ഹോൾഡ് ചെയ്യും, ഈ മൂത്രം നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഹോൾഡ് ചെയ്യും എന്ന് നമ്മൾ എങ്ങനെ വിചാരിക്കും. നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഒരു മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു ഹോൾഡ് ചെയ്യുന്നൊരവസ്ഥ എങ്ങനെയാണ് വരുന്നത്, അത് തന്നെ നമ്മളൊന്ന് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു എക്സസൈസിൻ്റെ കൂടെ ആ ഒരു ഫീൽ മീൻസ് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമ്മളെങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, 3 സ്റ്റെപ്പാണ്, മനസ്സിലാക്കുന്നു. അപ്പോൾ പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസാണ് ഇതെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മളിങ്ങനെ ഒരു പോസ്റ്റർ കറക്റ്റ് ആയിരിക്കണം. അതായത് ഒന്ന് ഞെളിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നടുവിൻ്റെ കർവ് കൂടുതലാക്കിയിട്ട് നമ്മളിരിക്കുക. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് ആ ഏനസ് പോർഷൻ കറക്റ്റ് കൺട്രാക്ഷൻ കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല ഫ്രണ്ടിലെ ആണെങ്കിൽ വജൈനൽ പോർഷനും അതുപോലെ പെനൽ പോർഷനും ഒക്കെയാണ് കറക്റ്റായിട്ട് ആ എക്സസൈസിന് കറക്റ്റ് കൺട്രാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആയിരിക്കണം. ഒന്ന് അല്പം ഞെളിഞ്ഞിരുന്ന ശേഷം മാത്രം ഈ എക്സസൈസ് ചെയ്യുക. ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5 seconds ആണ് ഇത് ഹോൾഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ
പിന്നെ നമ്മളിത് ആഴ്ചയിൽ, അതായത് വന്ന് ഇപ്പോൾ ഇത് കറക്റ്റ് ആവണമെന്നറിയാം. ഇപ്പം നമുക്കറിയാം സാധാരണ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്കിടയ്ക്ക് നമുക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് മൂത്രം പിടിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത ശേഷം ഇത് എഫക്റ്റീവ് ആണോ എന്നറിയാൻ വേണ്ടി ഒന്ന് ആഴ്ചയിലൊരു തവണയൊക്കെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനൊന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല, പക്ഷേ തീർച്ചയായിട്ടും നമുക്കൊരു 2-3 ആഴ്ച നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മൂത്രം ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ പ്രോഗ്രഷൻ, ഈ എക്സസൈസിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഇത്ര ഒരു കൺട്രോൾ ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രഷനായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ സെക്കൻഡ്സ് കൂട്ടാം. 3 to 5 സെക്കൻഡ്സ് എന്നുള്ളത് 5 to 8, 8 to 10 സെക്കൻഡ്സൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് പതുക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടുള്ള ഒരു അഡീഷണൽ എഫക്റ്റ് ഈ ഒരു എക്സസൈസിൻ്റെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമച്വർ ഇജാക്കുലേഷനും അതുപോലെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണക്കുറവിനും അതുപോലെ ശീഘ്രസ്ഖലനത്തിനും ഈ എക്സസൈസ് ഒരു ഉപാധിയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മളിത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് അതിനു വേണ്ടിയല്ല. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക, ഈ നമ്മുടെ യൂറിൻ ഇടയ്ക്ക് ഇങ്ങനെ തുള്ളിയായി പോകുന്ന ഈ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് കെഗൽസ് എക്സസൈസ് പറയുന്നത്. അഡീഷണൽ ബെനിഫിറ്റ്സ് ആയിട്ട് അത് പറയുന്നുമുണ്ട്. സാധാരണ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോഴത്തേന് ആ പോർഷനിലേക്കുള്ള എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഒരു ജെൻസിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഒരു ബ്ലഡ് ഫ്ലോ കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സസൈസ് ഈ ഒരു കണ്ടീഷനും കൂടെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനും അതുപോലെ പ്രിമച്വർ ഇജാക്കുലേഷനും ശീഘ്രസ്ഖലനത്തിനും ഉദാഹരണക്കുറവിനും സഹായകമായി തീരുമെന്ന് പറയുന്നുണ്ട്. കാരണം അതാണ്. അപ്പം നിങ്ങൾ ഈ എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നതിൻ്റെ കാര്യം തന്നെ സമൂഹത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പല ഏജിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, ഇത് ഏജ് റിലേറ്റഡ് പ്രോബ്ലം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവ ശുശ്രൂഷ നന്നായിട്ട് കിട്ടാഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല സാധാരണ ഇത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മസിലിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് സാധാരണ ഈ ഒരു അവസ്ഥ നമുക്ക് സംജാതമാകുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ ഒരു എക്സസൈസ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവർ ചെയ്തു നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ആഴ്ച വരുന്നതിനും വരെ നമസ്കാരം.